Hello everyone. Today we'll be discussing about program development in extension. So in this session we'll be discussing on the meaning, principles of program planning, qualities of a good programmer, criteria of a good program, program development cycle and components of a program. So in the last class we discussed about the community development in India. We have also discussed about the history of community development during the pre-independence and post-independence phases as well. So now the question is, how will we approach the community in the present scenario? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണെന്നും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഹിസ്റ്ററി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് വൺ ഇസ് പ്രോഗ്രാം പ്ലാനിംഗ്. എക്സ്റ്റൻഷൻ പ്രോഗ്രാം പ്ലാനിംഗ് ഇസ് എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് which contains objectives, meaning of achieving it, resources and work plan. So a program planning is a set of sequential operation carried out for the community. It is designed for the welfare of the people and development. It is a set of planned activity to bring about development. Program planning എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പ്ലാൻഡ് ആയിട്ട് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാം പ്ലാനിങ്ങിന് ഞാനിപ്പോൾ ത്രൂ ഔട്ട് ദ സെഷൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയും. ആ എക്സാമ്പിൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിലെ ഓരോ പോയിന്റ്സും കാണേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ S5 ബാച്ച് അടുത്ത ഡിസംബറിൽ വരാൻ പോകുന്ന ഡിസംബറിൽ നമ്മുടെ 10 ദിവസത്തെ ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അട്ടപ്പാടിയിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു 10 ദിവസത്തെ ഒരു ക്യാമ്പ് ചെയ്യാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. സോ അതാണ് നമ്മുടെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളിത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് പ്രോഗ്രാം പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സീക്വൻഷ്യൽ ഓപ്പറേഷൻ. കുറേ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതെങ്ങനെ അച്ചീവ് ചെയ്യും, എന്തൊക്കെ റീസോഴ്സസ് അവിടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, എന്തൊക്കെ പ്ലാൻ ഓഫ് വർക്കാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു പ്രോഗ്രാം പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിനും അവിടുത്തെ ആൾക്കാരുടെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ പ്ലാനിങ്? Planning means thinking carefully about something you want to do and decide how and when you will do it. Planning എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ സെൻഡ് ഓഫ് പാർട്ടി വന്നാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പ്രോഗ്രാം പ്ലാനിങ് അല്ലേ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്, അതെങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്നാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിപ്പാർട്ട്മെന്റിലൊരു സെൻഡ് ഓഫ് പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെസിഡൻസ് കോഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രഷേഴ്സ് ചെയ്യുമ്പോഴോ ഒന്നും നമ്മളിതൊന്നും എക്സ്റ്റൻഷൻ പ്രോഗ്രാം പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് ചെയ്യുന്നതെന്നുള്ള ധാരണയിലൊന്നും അല്ല. നമ്മൾ സ്പോണ്ടേനിയസ്ലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ ഇവിടെ നമ്മളൊരു കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുമ്പോൾ സംടൈംസ് ലോങ് പ്രോജക്ട്സ് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഫണ്ടഡ് ആയിരിക്കും. നമുക്ക് ഗവൺമെന്റിന്റെ പാർട്ടിലോട്ട് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലാൻഡ് പ്രോഗ്രാം ദാറ്റ് വി ഡു ഇൻ എ ക്ലാസ് റൂം ആൻഡ് ഇൻ എ കമ്മ്യൂണിറ്റി. So it is careful thinking about something you want to do and decide how and when you will do it. Now let's discuss what are the qualities required for an extension programmer. ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമറിന് ഈ പറഞ്ഞ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആദ്യമേ ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിലേക്ക് വർക്ക് ചെയ്യാൻ പോകാനായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളതാണ്. ഇറ്റ് ഇസ് ആൻ ഇൻ ഡെപ്ത് നോളജ് ഓഫ് ദ നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് പ്ലാനിങ്.
എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പരിപാടി അവിടെ നടത്തിക്കൊണ്ട് പോവേണ്ടത് എന്നുള്ളൊരു ഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ സ്കിൽസ് ഇൻ ഫോർമുലേറ്റിംഗ് പ്രൊസീജിയർ, ഒരു പ്രൊസീജിയർ വഴിയാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ എത്തുന്നത്, അത് എങ്ങനെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു സ്കില്ല് ഉണ്ടാവണം. സ്കിൽസ് ഇൻ ഐഡന്റിഫൈയിങ് പ്രോബ്ലംസ് ആൻഡ് നീഡ്സ്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും കമ്മ്യൂണിറ്റിയിൽ പോയി നമ്മൾ നീഡ് അസസ്മെന്റ് ചെയ്യുന്നത് പലപ്പോഴും ഇൻഫോർമൽ ടോക്സ് ഒക്കെ വഴിയാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഒക്കെ വഴിയാണ്. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പോയി വർക്ക് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ സ്കില്ല് വേണം. കാണുമ്പോൾ തന്നെ, സാഹചര്യങ്ങൾ കാണുമ്പോൾ തന്നെ അവിടുത്തെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും, കുറച്ചു പേരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് റിയലൈസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു സോഷ്യൽ സ്കില്ല് നമുക്ക് വേണം. ദെൻ എബിലിറ്റി ടു ഡിസൈഡ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ആ സ്കിൽസ് വഴി കിട്ടുന്ന നീഡ്സിനെ മനസ്സിലാക്കി പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ ഒബ്ജക്റ്റീവ്സ് ആക്കി അല്ലെങ്കിൽ ഗോൾസ് ആക്കി മാറ്റാനായിട്ടുള്ളൊരു സ്കില്ല് വേണം. ദെൻ സ്കിൽസ് ഇൻ ഫോർമുലേറ്റിംഗ് മീൻസ് ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്ത് നടത്തുമ്പോൾ ത്രൂ ഔട്ട് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരു സ്കില്ല് ഉണ്ടാവണം. ദെൻ സ്കിൽസ് ഇൻ ഇൻവോൾവിങ് കീ ലീഡേഴ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്, ഡെഫിനറ്റ്ലി നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അവിടെ ഒരു തേർഡ് പാർട്ടിയാണ്, സ്ട്രേഞ്ചർ ആണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ അവർക്ക് ആ ഒരു എംപതൈസേഷൻ ഉണ്ടാവണമെങ്കിൽ വി നീഡ് സംബഡി ഹു നോസ് ദ പൾസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതിനെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അത് ആര് വേണോ ആവാം, കമ്മ്യൂണിറ്റി വർക്കർ ആവാം, റെസിഡൻസ് അസോസിയേഷൻ്റെ ആരെങ്കിലും ആവാം, ട്രൈബൽ വെൽഫെയറിൻ്റെ ആവാം, ദ വൺ ഹു വർക്ക്സ് ക്ലോസ് വിത്ത് ദം ആവാം, NGOs ആവാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം, കുടുംബശ്രീ ആവാം, ആര് വേണോ ആവാം. അപ്പം അവരുമായിട്ട് ചേർന്ന് ഇടപഴകി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്. സോ ദിസ് ആർ ദ ബേസിക് ക്വാളിറ്റീസ് ദാറ്റ് ആൻ എക്സ്റ്റൻഷൻ programmer requires while working with a community: an in-depth knowledge, skill in formulating procedure, skills in identifying the problems and needs, ability to decide the goals and objectives, then skills in formulating means of course of action, skills in involving key leaders in the planning process. Now let's have a look on the principles of extension program planning. എക്സ്റ്റൻഷൻ്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് പ്രോഗ്രാം പ്ലാനിങ് വർക്ക് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കലി 8 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. എക്സ്റ്റൻഷന് നമ്മൾ 11 പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നു. പ്രോഗ്രാം പ്ലാനിങ്ങിന് 8 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. First one is an extension program planning should be based on the analysis of the past experience, present situation and future needs. നമ്മളൊരു കമ്മ്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്, ഇനി എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് ദ സിറ്റുവേഷൻ എന്ന് ഷോർട്ടായിട്ട് പറയാം. It is based on the analysis of the past experience, present situation and future needs. Second one, an extension program planning should have clear and specific objectives. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ to find out the socio-economic status of the people, to give them training on a specific skill, to impart knowledge on nutrition, health or community interventions. അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതിൻ്റെ ബേസിസിലാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത്. Then a good program should fix up priorities based on the availability and wise utilization of local resources and time. നമ്മുടെ മുൻപിൽ നമ്മളിപ്പോൾ അട്ടപ്പാടിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടുത്തെ ലോക്കൽ റീസോഴ്സസ് എന്താണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ന്യൂട്രീഷൻ എഡ്യൂക്കേഷനൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ബേസിക് 5 ഒക്കെ പറയുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടാവും. കാരണം അവരുടെ ലോക്കലി അവൈലബിൾ റിസോഴ്സസും നമ്മളുടെ RDA ടേബിളിലുള്ള റിസോഴ്സസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. സോ നമ്മൾ അവരുടെ ലോക്കലി അവൈലബിൾ റീസോഴ്സസ് എന്താണ് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത്. അവർക്ക് സ്കിൽസ് നോളജ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു രീതി കാണും. അപ്പോൾ അത് അവരുടെ ടൈം അതൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യേണ്ടത്. Then should involve participation of local people. We know that no extension activity will become successful if there is no participation among the people. അല്ലേ? അപ്പോൾ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. So that is a very urgent and most important fundamental principle for extension program planning. Then it should involve relevant institutions, organizations and personnel. നമ്മൾ ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് നേരിട്ട് അവിടെ കയറി ചെന്നൊരു പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റില്ല. റെലവൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ആദ്യം സമീപിക്കണം. ആരൊക്കെ ആയിരിക്കും റെലവൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ?
ഓഫ് കോഴ്സ് ട്രൈബൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വി നീഡ് ടു ഗെറ്റ് ദ പെർമിഷൻ ഫ്രം ദ ഗവൺമെന്റ് അതോറിറ്റീസ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് പെർമിഷൻ വേണം. പിന്നെ കുടുംബശ്രീ അതുപോലുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസിന്റെ അസിസ്റ്റൻസ് നമുക്ക് വേണം. CDS പ്രവർത്തകരുടെ സഹായം വേണം. ICDS സൂപ്പർവൈസേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, അവരുടെ ഹെൽപ്പ് നമുക്ക് വേണം. ദെൻ ലോക്കൽ ലീഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. വേറെ ഏതെങ്കിലും NGOs ആ പെർട്ടിക്കുലർ ട്രൈബൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് വേണം. എന്തിനാണ് ഇവരുടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫൈൻ മോർണിംഗ് ചെയ്യത്തില്ല. സോ അപ്പോൾ ട്രൈബൽ ഏരിയ അല്ലെങ്കിൽ അൺറീച്ച്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ സൂപ്പർസ്റ്റിഷൻസും ബിലീഫ്സും ഒക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലോട്ട് പോയി നമുക്കൊരു എമ്പതി കിട്ടണമെങ്കിൽ അവർക്ക് അറിയാവുന്ന നോൺ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ പോകണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ഹാവ് എ റിയലിസ്റ്റിക് പ്ലാൻ ഓഫ് വർക്ക്. ഞാൻ പോയി കമ്മ്യൂണിറ്റി പോയി എല്ലാം കണ്ടു സംസാരിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ട് വന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലാൻ ഓഫ് വർക്ക് ഉണ്ടാക്കിയാൽ അത് അവർക്ക് ബെനിഫിറ്റ് ആവൂ? ഇല്ല. കാരണം അവരുടെ നീഡ്സ് വേറെയാണ്, അവരുടെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വേറെയാണ്, അവരുടെ യൂട്ടിലൈസേഷൻ വേറെയാണ്. സോ അത് തമ്മിലൊരു മാച്ച് ഉണ്ടാവില്ല. സോ നമ്മൾ പഠിച്ചതല്ല, നമ്മൾ അവരുടെ നീഡ്സും ഇൻട്രസ്റ്റും അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു പ്ലാൻ ഓഫ് വർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞത് അത് സ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. Then it should have room for the evaluation of results and reconsideration. നമുക്കറിയാം എന്ത് പ്രോഗ്രാമും സക്സസ് ആവണമെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ വേണം, അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് അറിയണം, ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം, അതിൽ ഉണ്ടാവുന്ന പോരായ്മകൾ നമ്മൾ അടുത്തതിൽ പരിഹരിക്കണം. Then it should provide for ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മളൊരു 30 പേര് അല്ലെങ്കിൽ 50 പേരെയാണ് നമ്മൾ ടാർഗറ്റ് ആക്കി എടുക്കുന്നതെങ്കിൽ ആ എത്ര പേരാണോ ടാർഗറ്റ് അത്രയും പേർക്കും ഈക്വലി നമ്മൾ റിസോഴ്സസ് ഷെയർ ചെയ്യണം. അത് ഹ്യൂമൻ റിസോഴ്സ് ആവാം, നോൺ ഹ്യൂമൻ റിസോഴ്സ് ആവാം, ഐഡിയ ആവാം, നോളജ് ആവാം, സ്കില്ലാവാം, എന്ത് തന്നെ ആയിരുന്നാലും ആ റിസോഴ്സസ് നമ്മൾ ഇക്വിറ്റബിൾ ആയിട്ട് ഷെയർ ചെയ്യണം. അവിടെ ഒരു ബയസോ പാർഷ്യാലിറ്റിയോ കാണിക്കാൻ പാടില്ല. So extension program working in the principles, it should be based on the analysis of the situation. We should have clear and specific objectives. Then we should fix up priorities based on the availability and utilization of resources and time. We should involve participation of the people. Then we should also involve relevant institutions, organizations and പേഴ്സണൽസ്, മെഡിക്കൽ ഓഫീസേഴ്സിനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. സോ ഇവരെല്ലാം നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള ഒറ്റ പേരിൽ വിളിക്കാം. Then we should have a realistic plan of work. Then should have room for the evaluation of the results and reconsideration. Then should provide for equitable distribution of benefits among the members of the community. ഒരിക്കൽ കൂടെ പറയാം, it should be based on the analysis of the situation. We should have clear and specific objectives. It should be based on the availability and utilization of resources and time. Then it should involve participation of the local people. Then it should involve stakeholders. Then it should be a realistic plan of work. Then there should be space for evaluation of results and reconsideration. And we should provide for equitable distribution of resources among the members of the community. So these are the principles of extension program planning. Now, അപ്പോൾ ഈ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിൽ നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയാണ്. ഒരു 10 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല പ്രോഗ്രാം? ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് ദ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ത്രൂ കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ആദ്യം അവിടെ പോയി ചെയ്യേണ്ടത് കീ ഇൻഫോർമൻസിനെ കുറിച്ച് പഠിക്കുകയാണ്. നമുക്ക് ഡേറ്റ തരാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും പോകുന്നതിന് മുമ്പ് ആ ഏരിയയെക്കുറിച്ചുള്ള സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യും. നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഡേറ്റയാണുള്ളത്. വൺ ഇസ് പ്രൈമറി ഡേറ്റ ആൻഡ് അതർ വൺ ഇസ് സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർവ്യൂസ്, ക്വസ്റ്റനേഴ്സ് ഒക്കെ വഴി ഡയറക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ റിസർച്ചിൽ പഠിച്ചിട്ടുണ്ടാവും ഇതെല്ലാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിവ്യൂസ്, ജേർണൽസിൽ നിന്ന്, ബുക്കുകളിൽ നിന്ന്, പഴയ സ്റ്റഡീസിൽ നിന്ന്, ഗവൺമെന്റ് റിപ്പോർട്ട്സിൽ നിന്ന്, വെബ്സൈറ്റിൽ നിന്ന്, ആനുകാലികങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ നമ്മൾ
എപ്പോഴും ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി ഡേറ്റ വെച്ച് ആ സ്ഥലത്തിനെ കുറിച്ചും ആളുകളെ കുറിച്ചും അവിടുത്തെ ഇഷ്യൂസിനെ കുറിച്ചും എല്ലാം പഠിച്ചൊരു സെക്കൻഡറി ധാരണ വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ഇൻഫോർമൽ ടോക്സ് നടത്തും. അവിടെ നമ്മൾ സിറ്റുവേഷൻ കാണാൻ വേണ്ടി വെറുതെ ഒരു ഒബ്സർവേഷന് വേണ്ടി നമ്മൾ പോകും, ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കും, ഇൻഫോർമലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വരും. വന്നതിന് ശേഷം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകും. അതൊരു ബേസ് ലൈൻ സർവേ കൂടിയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ മൊത്തത്തിലെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും. Then select problems and fix priorities based on felt needs. ഞാൻ ആദ്യമേ പറഞ്ഞു there are two types of needs, felt needs and unfelt needs. Felt needs are the recognized needs or the needs that they are aware of. Aware of ആയിട്ടുള്ള നീഡ്സിനെ നമ്മൾ ആദ്യം കളക്ട് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യും. ദെൻ ഒബ്ജക്റ്റീവ്സ്, അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. ആദ്യം ഡേറ്റ കളക്ട് സിറ്റുവേഷൻ അനാലിസിസ് ചെയ്യും, അത് കഴിഞ്ഞ് ഡേറ്റ കളക്ട് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യും. പ്രയോറിറ്റീസിൻ്റെ ബേസിസിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. എന്തൊക്കെയായിരിക്കണം ഈ 10 ദിവസത്തിൽ നടത്തേണ്ടത് എന്നുള്ളത്. ആ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയുള്ളതായിരിക്കണം? അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം, അറ്റൈനബിൾ ആവുക, ഈ 10 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്നതായിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ, യൂസ്ഫുൾ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഇറ്റ് ഷുഡ് ഹാവ് പെർമനൻസ് വിത്ത് ഫ്ലെക്സിബിലിറ്റി. അല്ലേ, പെട്ടെന്നൊരു ലോക്ക്ഡൗൺ വന്നു, നമുക്ക് പ്രോഗ്രാം നടത്തണം. അപ്പോൾ എപ്പോഴും ദർ ഷുഡ് ബി റൂം ഫോർ പ്ലാൻ ബി ആസ് വെൽ. പ്ലാൻ എയോടൊപ്പം ഒരു പ്ലാൻ ബി, വേറൊരാൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം അവിടെ ചെല്ലുമ്പോൾ ഇല്ല എങ്കിൽ നമ്മൾ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ബാക്കപ്പും കൂടെ നമ്മൾ വെക്കുന്ന. അതാണ് പെർമനൻസ് വിത്ത് ഫ്ലെക്സിബിൾ. പെർമനൻസ്, ഒരു സ്ഥിരത ഉണ്ടാവണം ആ പ്ലാനിന്, പക്ഷേ ഫ്ലെക്സിബിളും ആയിരിക്കണം. ദെൻ കമ്പൈൻസ് ബാലൻസ് വിത്ത് എംഫസിസ്. HIDയിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ആൻഡ് എംഫസിസ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇക്വിറ്റബിൾ അറ്റൻഷൻ കൊടുക്കണം. ഒപ്പം എംഫസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, എടുത്ത് പറയേണ്ട കാര്യങ്ങളിൽ നമ്മൾ എംഫസിസ് കൊടുക്കുക വേണം. ഇറ്റ് ഷുഡ് ഫോളോ എ പ്ലാൻ ഓഫ് വർക്ക്. പ്ലാൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്. സെറ്റ് ബൈ സെറ്റ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ആക്ടിവിറ്റി എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് പ്ലാൻ ഓഫ് വർക്ക്. പ്ലാൻ ഓഫ് വർക്ക് ഗീവ്സ് ആൻസർ ടു വാട്ട്, വെൻ, വൈ, ബൈ ഹൂം ആൻഡ് വെയർ ദ പ്രോഗ്രാം വിൽ ബി ക്യാരിഡ് ഔട്ട്. ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്ന് ചെയ്യും എന്നുള്ളതിന് മൊത്തം നമ്മൾ ആൻസർ കൊടുക്കുന്ന ഒരു റിട്ടൺ ബ്ലൂ പ്രിന്റ് ആണ് പ്ലാൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഡേ 1 ഈ ഇപ്പം എത്ര മണി മുതൽ എത്ര മണി, 9:30 to 3:30 ആണെങ്കിൽ 9:30 എന്ത് സംഭവിക്കും, 10:30 എന്ത് സംഭവിക്കും, ആരാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്, ആരെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് പ്ലാൻ ഓഫ് വർക്ക്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. No doubt it is an educational process, it is a coordinating process and it provides room for evaluation of the results. അതായത് ഒബ്ജക്റ്റീവ്സ് ആണോ മീറ്റ് ചെയ്തത്, ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തോ എന്നുള്ളത് നമ്മൾ നോക്കും. So the criteria of a good program are: it should describe the particular situation through the collection of data, it should set priorities and problems based on felt needs, then objectives should be set based on the feedback or based on the data collected or based on the interest and needs of the people, and it should be measurable, attainable, understanding and meaningful. There should be permanence with flexibility in the program. The program should be in balance with emphasis. It should follow a written plan of work. It is a continuous process, an educational and coordinating process, and involves evaluation to check whether we have met the objectives or not. I hope I am clear to you. Moving on to the methods of assessing the needs of a community. In a community, the needs നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഐഡന്റിഫൈ ദ നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമുക്ക് എങ്ങനെ നീഡ്സ് കമ്മ്യൂണിറ്റിയുടെ അസസ് ചെയ്യാം? കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പോകുമ്പോൾ, ആസ് ഐ സെഡ് ഏർലിയർ, വി ക്യാൻ ഡു ഒബ്സർവേഷൻ.
ചുറ്റുപാടും നമുക്ക് വീക്ഷിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമർ ആണെങ്കിൽ ചുറ്റുപാടും നിരീക്ഷിക്കുമ്പോൾ തന്നെ കുറേ ഡേറ്റ നമുക്ക് അവിടെ കിട്ടും. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ഒരു കോളനിയിലൊക്കെ പോയി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ പൊട്ടി ഒഴുകിയ ഓടകൾ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അടപ്പില്ലാത്ത ഓടകൾ, കുട്ടികൾ മുറ്റത്ത് നിന്ന് കളിക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, ഓടയുടെ സൈഡിലൊക്കെ വീഴുന്നത്, തറയിൽ വീഴുന്ന സാധനം എടുത്ത് തട്ടിയിട്ട് പൊടി തട്ടിയിട്ട് വീണ്ടും കഴിക്കുന്നു, കുട്ടികളൊക്കെ ഒരുമാതിരി നല്ല വസ്ത്രധാരണം അല്ലാതെ നല്ല വൃത്തിയോടുകൂടി അല്ലാതെയൊക്കെ ഇരിക്കുന്നു. ഇതിൽ നിന്ന് ഈച്ചകൾ ഒരുപാട് പോകുന്നു, കൊതുകുകൾ ഉണ്ടാകുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്യും? പേഴ്സണൽ ഹൈജീൻ ഇല്ല, സാനിറ്റേഷൻ ഇല്ല, കണ്ടീഷൻ വളരെ മോശമാണ്, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ല, ഡ്രെയിനേജ് സിസ്റ്റം അല്ല. ഇപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെയാണുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നത്. കീ ഇൻഫോർമൻ്റ് ഐഡന്റിഫിക്കേഷൻ ഞാൻ പറയുമായിരുന്നു, ഒരു വളരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, നമ്മുടെ സപ്ന സുരേഷിന്റെ പിന്നെ ചാരവൃത്തി കേസൊക്കെ ഇപ്പോൾ വാർത്തകളിൽ സജീവമാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഒരു പൂജപ്പുര അവരൊരു ഫ്ലാറ്റിൽ താമസിക്കുമായിരുന്നെന്നും അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലവാസി വന്നിട്ട് എല്ലാ മീഡിയാസിനും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലേ? രാത്രി ഇങ്ങനെ ആൾക്കാർ അവിടെ വരുമായിരുന്നു, പോകുമായിരുന്നു, ഈ ലേഡിക്ക് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. സോ മീഡിയയെ സംബന്ധിച്ച് ദാറ്റ് പേഴ്സൺ ഈസ് എ കീ ഇൻഫോർമൻറ്റ്, അല്ലേ? അയാളുടെ വീട്ടിൽ അന്വേഷിച്ച് പോയതല്ല, അയാൾ വന്നിങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് അറിഞ്ഞ് അയാൾ വന്ന് ഡേറ്റ തന്നതാണ്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി, അതിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ ഉണ്ട്, ദാറ്റ് ഇസ് എ പാർട്ട്. ബട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ വി ഓൾവേസ് ഗെറ്റ് സച്ച് കീ ഇൻഫോർമൻസ്. അവരിലെ നല്ല വശങ്ങൾ മാത്രം, അവർ പറയുന്ന ഗുഡ്നെസ് മാത്രം നമ്മൾ എടുത്തിട്ട് നമുക്ക് നല്ലൊരു വർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് അതിൽ പറ്റും. അങ്ങനെ ഒരു കീ ഇൻഫോർമേഷന് 2-3 പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷനും കൂടെ ആകുമ്പോൾ തന്നെ നമുക്ക് ബേസിക്കലി ആ ഒരു ടോട്ടാലിറ്റി കിട്ടും, ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇങ്ങനെ സ്വപ്നയുടെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ഓർക്കാൻ വേണ്ടി, കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. Then we can have formal and informal talks. ഫോർമൽ ഇൻഫോർമൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട് നമുക്ക് ഒഫീഷ്യൽസിനെ പോയി കണ്ട് സംസാരിക്കാം, ഇൻഫോർമലായിട്ട് ആളുകളെയൊക്കെ നമുക്ക് ഇറങ്ങി കണ്ട് അവിടെ പോയി ചുറ്റുപാടുമൊക്കെ കാണുമ്പോൾ ആൾക്കാർ കൗതുകത്തോടു കൂടി ഇറങ്ങി വരുമ്പോൾ നമുക്ക് പോയി അവരോടൊക്കെ സംസാരിക്കാം ഇൻഫോർമലി. ബട്ട് ഓൺലി തിങ് ഈസ് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്, നമ്മുടെ റിവ്യൂസിന്റെ ബേസിസിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങൾ ആണ് നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്നത്. Then we can do small group discussions. ചെറിയ ഗ്രൂപ്പുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിസ്കഷൻസ് എടുത്ത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. ഓഫ് കോഴ്സ് ബേസ് ലൈൻ സർവേസ് നടത്താം. ഫോക്കൽ ഗ്രൂപ്പ് ഡിസ്കഷനും സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷനും തമ്മിലുള്ള ഡിഫറൻസ് എത്രയേ ഉള്ളൂ. ഒരു 10 മുതൽ 25 പേരടങ്ങുന്ന, അല്ലെങ്കിൽ 5 മുതൽ ഒരു 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുകൾ തന്നെയാണ് സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ഇപ്പോൾ കുടുംബശ്രീ ഗ്രൂപ്പിനെയൊക്കെ കൂട്ടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നത് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടം ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട്, ഈ പറഞ്ഞ 10-15 പേരെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മളവരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, പക്ഷെ അവരത് അറിയുന്നില്ല. കൂട്ടമാക്കി ഇരുത്തി ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു. അവർ ഓരോരുത്തരും നമുക്കതിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന വ്യാജേന നമുക്ക് ഐഡിയാസ് തരുന്നു. അതാണ് ഫോക്കൽ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. എപ്പോഴും കമ്മ്യൂണിറ്റി വർക്കിന് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഫോക്കൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ദെൻ വി ഹാവ് SWOT അനാലിസിസ്. SWOT എന്താണ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. എക്സ്റ്റൻഷൻ ക്ലാസ്സിൽ ആദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. നിങ്ങൾക്ക് തന്നെ ഒരു പേപ്പർ എടുത്തൊരു SWOT അനാലിസിസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ SWOT, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണ്, ത്രെറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ SWOT അനാലിസിസ് കമ്മ്യൂണിറ്റിയിൽ പോയി ചെയ്താലും നമുക്ക് ആൾക്കാരുടെ ഐഡിയ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ദെൻ കമ്മ്യൂണിറ്റി പബ്ലിക് ഫോറംസ്, കുടുംബശ്രീയോ അയൽക്കൂട്ടമോ അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ഏതെങ്കിലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴിയോ പിന്നെ അതുമല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ വഴി നമുക്ക് ചെറിയ ഫോറങ്ങൾ വിളിച്ചു കൂട്ടി നമുക്ക് നമ്മുടെ ആവശ്യകതകൾ പറഞ്ഞ് അവരുടെ ഡേറ്റ കളക്ട് ചെയ്യാം. കമ്മ്യൂണിറ്റി മാപ്പിംഗ് ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പറയാം. കമ്മ്യൂണിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ് കമ്മ്യൂണിറ്റിയിൽ പോയി അവിടുത്തെ റിസോഴ്സസും മറ്റും അനലൈസ് ചെയ്യാനായിട്ട്. ബേസിക്കലി ഇത്രയും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇതെല്ലാം വഴിയാണ് നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ നീഡ് അസസ് ചെയ്യാൻ
പറ്റുന്ന tools or methods that can be used for assessing the needs of a community are observation, key informant identification, focal and informal talks, small group discussions, surveys, focal group discussions, SWOT analysis, community public platforms, then community mapping. Now, the steps in program planning. Program planning ile സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? The first one is we come from the bottom. Analysis of the situation അനലൈസ് ചെയ്യുക. അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, ഈ പറഞ്ഞ നീഡ് അസസ്മെന്റ് നടത്തുക, ബേസ് ലൈൻ സർവേ ഒക്കെ നടത്തുക. ദെൻ അതിന്റെ ബേസിസിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. 5 ബേസിക് സ്റ്റെപ്സ് ആണ് പ്രോഗ്രാം പ്ലാനിങ്ങിലുള്ളത്. അനാലിസിസ് ഓഫ് ദ സിറ്റുവേഷൻ, സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, plan of work, what, when, why, where, with whom, and when this program will be in action എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിലാക്കുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. സോ അനാലിസിസ് ഓഫ് ദ സിറ്റുവേഷൻ, സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, പ്ലാൻ ഓഫ് വർക്ക്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ. These are the 5 steps involved in program planning. ഇതിനെയാണ് ആ 5 സ്റ്റെപ്സിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിനെയാണ് പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 2 ഫേസസ് ആണുള്ളത്. ആദ്യത്തെ ഒരു 5 ആക്ടിവിറ്റീസ് പ്ലാനിങ് ഫേസിൽ വരുന്നതാണ്. അടുത്ത ഒരു 3 ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റേഷൻ ഫേസിൽ വരുന്നതാണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അട്ടപ്പാടിയിൽ പോയി അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്തു. കളക്ഷൻ ഓഫ് ഫാക്ട്സ്. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സെക്കൻഡറി ഡേറ്റയും ആവശ്യമായിട്ടുള്ള ഒഫീഷ്യൽസിനെയൊക്കെ കണ്ടൊരു ബേസിക് ഐഡിയ നമ്മൾ ഒപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അട്ടപ്പാടിയിലെത്തി. അവിടെ സിറ്റുവേഷൻ അനാലിസിസ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നീഡ് അസസ്മെന്റും ബേസ് ലൈൻ സർവേ ഒക്കെ നടത്തി. ഫോർമൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ എല്ലാം ചെയ്യേണ്ട റെലവൻ്റ് ആയിട്ട് ഏതാണോ ഉള്ളത്, ആ കമ്മ്യൂണിറ്റിക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഏതാണോ ആ നീഡ് അസസ്മെന്റ്സ് എല്ലാം നമ്മൾ നടത്തി സിറ്റുവേഷൻ അനാലിസിസ് ചെയ്തു. അപ്പം നമ്മൾ അട്ടപ്പാടിയാണ് പോകാമെന്ന് തീരുമാനിച്ചു. അതിനെക്കുറിച്ച് പഠിച്ചു. അവിടുന്ന് നമ്മൾ അട്ടപ്പാടിയിലെത്തി. അവിടുത്തെ സിറ്റുവേഷൻ മൊത്തം നമ്മൾ പഠിച്ചു. അതിനുശേഷം വി ഐഡന്റിഫൈഡ് ദ പ്രോബ്ലംസ്. അവിടുത്തെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു. മാൽന്യൂട്രീഷൻ ഉണ്ട്, ആരും ഇമ്മ്യൂണൈസേഷൻ, ഞാൻ കുറച്ചുമാർ എക്സാമ്പിൾസ് പറയുന്നതാണ്. ഇമ്മ്യൂണൈസേഷൻ കൃത്യമായി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് കുറേ പ്രോബ്ലംസ്. കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് സ്വയം തൊഴിലുകൾ അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. ആ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നു. അതായത് ഈ 10 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. വലിയ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ 1 month, 2 year, 3 year, 5 year പ്രോഗ്രാംസ് ആണ്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്ന 10 day പ്രോഗ്രാമാണ്. 10 ദിവസം കൊണ്ട് ഇതിൽ ഏതാ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ റാങ്ക് ചെയ്യുന്നു, നമ്പർ ഇടുന്നു. അതിന്റെ ബേസിസിൽ നമ്മൾ ഗോൾസും ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുന്നു. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗോൾ ആൻഡ് എൻ ഒബ്ജക്റ്റീവ്? ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ എന്താണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻഡ് റിസൾട്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ഗോള് നേടിയെടുക്കാൻ നമ്മൾ നടത്തുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റീസ്, പ്രൊസീജിയേഴ്സ്. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ഒന്നും കൂടെ പറയുന്നു, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഫാക്ട്സ് കളക്ട് ചെയ്യുന്നു. ഫാക്ട്സ് കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമ്മൾ ആ സ്ഥലത്ത് പോകുന്നു. അവിടെ ചെന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പ്രോബ്ലം. നമ്മൾ ഗോൾസും ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യുന്നു. പ്രയോറിറ്റൈസ് ചെയ്തതിൻ്റെ ബേസിസിൽ പ്ലാൻ ഓഫ് വർക്ക്. ഇനി എന്ന് മുതൽ നിങ്ങൾ ഇപ്പോൾ 22 പേരുണ്ട്, 10 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 5 പേരുള്ള 4 ഗ്രൂപ്പ് അല്ലെങ്കിൽ 6 പേരുടെ ഒരു ഗ്രൂപ്പിൽ 6 പേര് വല്ലതും വന്നിട്ട് 2 ഗ്രൂപ്പിൽ 6 പേര് വല്ലതും വന്നിട്ട് നമ്മളങ്ങനെ 4-5 ഗ്രൂപ്പുകളായി മാറുന്നു. ഈ 5-6 ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പിന് 10 ദിവസമുണ്ട്, 5 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ഗ്രൂപ്പിനും 2 ദിവസമായിട്ട് ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ തന്നെ 5 പേരിൽ ചിലർ വർക്ക് ചെയ്യും, ചിലർ ബാക്കി ഡോക്യുമെന്റേഷൻ പാർട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആര്, എപ്പോൾ, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അവരെല്ലാം നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു. മെഡിക്കൽ പ്രൊഫഷണൽസിനെ, അല്ലെങ്കിൽ പിന്നെ അംഗൻവാടി വർക്കേഴ്സിനെ, കുടുംബശ്രീ, ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ. ചിലപ്പോൾ അവർക്ക് പോളിസി, ഗവൺമെന്റ് കൊടുക്കുന്ന പ്രോഗ്രാംസിനെ കുറിച്ചൊന്നും അറിവുണ്ടായിരിക്കില്ല. അതായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ആൾക്കാരെ നമ്മൾ എത്തിക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വരച്ച് ഒരു കലണ്ടറാക്കി മാറ്റുന്നു. ഇനി നമുക്ക് നേരിട്ട് പോയെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ്
പ്ലാനിങ് ഫേസ്. ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ആ പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഇറങ്ങുന്നു. ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു. വരാൻ പറഞ്ഞ റിസോഴ്സ് പേഴ്സൺസ് ചിലപ്പോൾ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടാർഗറ്റ് ഗ്രൂപ്പ് എല്ലാവരും എത്തിച്ചേരില്ല. ഇങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മൾ റിയൽ ടൈം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യും. അതിനെല്ലാം നമുക്ക് പ്ലാൻ ബി ഉണ്ട്. നമ്മൾ പ്ലാൻ ഓഫ് വർക്കിൽ പ്ലാൻ ബിയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോന്നും നമ്മൾ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ കുറേ കുറവും പോരായ്മയും നല്ലതും ഒക്കെ നമ്മൾ കാണുന്നു, പോസിറ്റീവ് നെഗറ്റീവും കാണുന്നു. അതെല്ലാം നമ്മൾ റീകൺസിഡർ ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം നമ്മൾ വിദുര പഞ്ചായത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നു. ഇതെല്ലാം റീകൺസിഡർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടത്തേക്ക് ഈ പ്രോസസ്സ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ്, നമ്മൾ ഇങ്ങനെ നടത്തുന്നു. ഇതാണ് പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഫ്രഷേഴ്സ് വന്നു ഫസ്റ്റ് BSc അഡ്മിഷന്, അവരെ കുറിച്ചൊക്കെ പഠിച്ചു. 32 പേരുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ക്ലാസ്സിൽ ചട്ടമ്പികളാരൊക്കെയാണ്, നമ്മുടെ ദേവികയും മാളവികയും കാവ്യൊക്കെ കൂടെ തീരുമാനിക്കുകയാണ്, ഷഹനയൊക്കെ കൂടെ തീരുമാനിക്കുകയാണ്. നമുക്ക് പിന്നെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള എല്ലാവരുടെ അടുത്തും ഒക്കെ പോയി ചോദിക്കാം, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാം, എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. വരുന്നു, ബാക്കിയുള്ള സീനിയേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. എന്തൊക്കെ പ്രോഗ്രാംസ് കൊടുക്കണം, 1 day ഫുൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. ഇനി രാവിലെ 10 മണി മുതൽ 5 മണി വരെ മിനി ടീച്ചറിൻ്റെ സമയം വാങ്ങിക്കുന്നു. ഈ സമയം മൊത്തം എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, ഓരോ കുട്ടികൾക്കും എന്തൊക്കെ കൊടുക്കാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. കുറേ കമ്മിറ്റീസ് ഉണ്ടാക്കുന്നു, റിസപ്ഷൻ കമ്മിറ്റി, ഇൻവിറ്റേഷൻ കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി. ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇതെല്ലാം പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിളിന്റെ ഭാഗമായിരുന്നു എന്ന്? സോ നമ്മൾ അതെല്ലാം ചെയ്യുന്നു. ഡേ വന്നു, അത് ഡേ വന്നു, അന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന പോലെ പോയില്ല, ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതെല്ലാം നമ്മൾ പ്ലാൻ ബി വെച്ച് കവർ ചെയ്യുന്നു. ഇനി അതെങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എടുക്കുന്നു. ആ കുറവുകളും തെറ്റുകളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുന്നു. അടുത്ത പ്രാവശ്യം ഒരു സെൻഡ് ഓഫ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് ഫാക്ട്സ്, അനാലിസിസ് ഓഫ് ദ സിറ്റുവേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, determining goals and objectives, plan of work, implementation, evaluation, reconsideration. So ഇതാണ് പ്രോഗ്രാം ഡെവലപ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞ പ്ലാൻ ഓഫ് വർക്ക് എന്താണെന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്ലാൻ ഓഫ് വർക്ക് ഇസ് ആൻ ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് സോ അറേഞ്ച്ഡ് ആസ് ടു ഇനേബിൾ എഫിഷ്യന്റ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. അതായത് ഹൗ, വെൻ, വെയർ, വിത്ത് ഹൂം ആൻഡ് വൈ ദിസ് പെർട്ടിക്കുലർ, എന്തിനായി കാര്യം ചെയ്യേണ്ടത്, അവിടെ പോയി 10 ദിവസം എങ്ങനെ ചെയ്യും, ആരാ ചെയ്യുന്നത്, എപ്പോഴാ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പോൾ ആൾക്കാർ ആരൊക്കെയാണ് ടാർഗറ്റിനെ സെറ്റ് ചെയ്യണം, അഡോളസൻസിനെയാണോ, മദേഴ്സിനെയാണോ, പിന്നെ കൊച്ചുകുട്ടികളെയാണോ, എൽഡർലിയെയാണോ, ആരെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, സ്ഥലം, ഡേറ്റ്, കാര്യങ്ങൾ, തീയതി എല്ലാം. നിങ്ങൾക്ക് കൂടാനായിട്ടൊരു ഓഡിറ്റോറിയം വേണം, അപ്പോൾ അതെവിടെ അറേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ പൊതുവെ അവയർനെസ് ക്ലാസ്സുകളാണ് ഈ ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പ്രൊസീജിയറാണോ ഉപയോഗിക്കേണ്ടത്, ഡെമോൺസ്ട്രേഷൻ ആണോ, ലെക്ചർ ക്ലാസ്സുകളാണോ, സ്ട്രീറ്റ് പ്ലേസ് ആണോ, ഡ്രാമയാണോ, സ്കിറ്റായിട്ടാണോ കാണിക്കേണ്ട, പ്രൊസീജിയർ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇനി 22 പേർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുക്കാം, അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാം, ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യിപ്പിച്ച് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യിപ്പിക്കാം. എക്സ്റ്റൻഷൻ വർക്കേഴ്സ്, ഇവിടെ ഇപ്പം നിങ്ങൾ തന്നെയാണ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ്. അപ്പോൾ ഏജൻസീസ് ഞാൻ പറഞ്ഞ പോലെ ആരെയൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. whom shall be reached, how shall we work, when should we do the work, where shall we work. ഇതൊക്കെയാണ് നമ്മൾ ഒരു പ്ലാൻ ഓഫ് വർക്കിൽ ഉണ്ടാവേണ്ട കമ്പണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പ്ലാൻ ഓഫ് വർക്ക് എഴുതുന്നത്. എന്ത് ആക്ടിവിറ്റിയാണ്, എന്നാണ് ഡേ 1 രാവിലെ എന്താണ് ചെയ്യുന്നത്, ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. ഇനോഗ്രേഷൻ ഉണ്ട്, ഇനോഗ്രേഷൻ ആര് ചെയ്യും, ആര് പഞ്ചായത്ത് പ്രസിഡന്റിനെയാണോ വിളിക്കുന്നത്, ആരെയാണ് വിളിക്കുന്നത്, റിസോഴ്സ് പേഴ്സൺ അതിൽ ആരാണ്, ഏത് ഓർഗനൈസേഷനാണ്, കുടുംബശ്രീ ആണോ വരുന്നത്, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എല്ലാം ഒത്തുകൂട്ടിക്കുക, ഇവിടെ എന്ത് ചേഞ്ച് വന്നു, ഇങ്ങനെ നമ്മൾ ആ 10 ദിവസത്തതും എഴുതും. ഇതിനെയാണ് പ്ലാൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ PDF നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് കിട്ടും, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഇനി പ്ലാൻ ഓഫ് വർക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്ലാൻ ഓഫ് വർക്കിനെ ബെറ്റർ ആക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ആക്ഷൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം.
റിയൽ സിറ്റുവേഷൻ റിവീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ചായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ദെൻ ക്ലിയർലി സ്റ്റേറ്റ് ദ പ്രോബ്ലംസ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ആൾക്കാരുടെ പ്രോബ്ലംസും നീഡ്സും അനുസരിച്ചായിരിക്കണം. ലോങ് ടേമും ഷോർട്ട് ടേമും ഒബ്ജക്റ്റീവ്സ് വെക്കാം. 10 ദിവസം ചെയ്ത് പോയിട്ട് നമുക്ക് വീണ്ടും വന്നിട്ട് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് പോവാം. എന്ത് സബ്ജക്ട് മാറ്റർ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ ഫാമിലി പ്ലാനിങ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ബെറ്റർ ഹോം ലിവിങ്ങിനെ കുറിച്ചായിരിക്കാം, അങ്ങനെ എന്ത് വേണോ ആവാം, കൗൺസിലിംഗ് ആയിരിക്കാം. സോ അതെന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് ആൾക്കാരിലെ ഈ പ്ലാൻ ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒഫീഷ്യൽസിനെല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാവണം. നമ്മൾ 10 ദിവസം നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർക്കെല്ലാം അറിയായിരിക്കും നമ്മൾ എന്തായിരിക്കും ആ 10 ദിവസം അവിടെ ചെയ്യുന്നതെന്ന്. സോ കൂടുതൽ നമുക്ക് അവരുടെ പാർട്ടിസിപ്പേഷൻ കിട്ടും. So it should be suitable for action. It should clearly reveal the situation, clearly state the problems and needs of the people, should have both long-term and short-term objectives, specify the subject matter in relation to the objectives, it should be circulated by appropriate means. So I hope I am clear to you. So we have discussed about program development cycle, principles of building a program, criteria for a good program or programmer, then program development cycle and its components, plan of work, components of a plan of work, how to develop a plan of work, then factors to be considered in a plan of work. So get back to me if you have any doubts. Thank you.